ചോറിനൊപ്പം കഴിക്കാവുന്ന ഉഗ്രൻ കോംബോവാണ് ഇടിച്ച കോവയ്ക്ക ഫ്രൈ. കോവയ്ക്ക ഫ്രൈ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിന് കോവയ്ക്കയുടെ 2 സൈഡും ലേശം മുറിച്ചതിന് ശേഷം കഴുകിയെടുക്കുക. ഇനി കോവയ്ക്ക ഇടികല്ലിലോ അമ്മിയിലോ ഇടിച്ചെടുക്കുക. ഇത് ചതയാനേ പാടുള്ളൂ. ഇനി ഒരു മസാല തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ മല്ലിപ്പൊടിയും 1/4 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ കലക്കുക. 1/2 കിലോ കോവയ്ക്ക് ഇടിച്ചത് ഈ മസാലയിലേക്ക് ഇട്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. 10 മിനിറ്റ് വെച്ചതിന് ശേഷം പാനിൽ 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാല പുരട്ടി വെച്ച കോവയ്ക്ക ചേർത്ത് കൊടുക്കുക. മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക. വെള്ളം ഒട്ടും ചേർക്കേണ്ട. മൂടി വെച്ച് വേവിക്കുമ്പോൾ ആവിയിൽ തന്നെ കോവയ്ക്ക നല്ലപോലെ വെന്തുവരും. ഇടയ്ക്കിടെ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് പാനിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ എണ്ണ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാകും. കോവയ്ക്ക നല്ലപോലെ മുരിഞ്ഞു വരണം. നല്ലപോലെ ഫ്രൈ ആകുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല സ്പൈസി ഇടിച്ച കോവയ്ക്ക ഫ്രൈ റെഡി. ചോറിന് ഈ ഒരു ഫ്രൈ ഉണ്ടെങ്കിൽ കറികളൊന്നും തന്നെ ആവശ്യമില്ല. ഈ ടേസ്റ്റി കോവയ്ക്ക ഫ്രൈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.